കൊല്ലത്ത് എണ്ണ പലഹാരം ഉണ്ടാക്കുന്നതിന് പ്ലാസ്റ്റിക് ഉരുക്കി എണ്ണ ഉപയോഗിച്ച സംഭവത്തിൽ നടപടി വൈകുന്നുവെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം ഭക്ഷണ സാമ്പിൾ ശേഖരിച്ചിട്ടില്ല. കട പൂട്ടിക്കുക മാത്രമാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. അരുൺരാജ് തത്സമയം കൊല്ലത്തുനിന്ന്. അരുൺരാജ്, ഗുഡ് മോർണിംഗ്, പറയൂ. എസ്കെൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ രാവിലെ ഏതാണ്ട് ഇതേ സമയത്താണ് ഈ ഭക്ഷണ സാധനങ്ങൾ, ഈ പലഹാരങ്ങളടക്കം ഉണ്ടാക്കുന്ന ഒരു കടയിൽ ഇതുമായി ബന്ധപ്പെട്ട എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കുന്ന വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. 24 ആണ് ആ വാർത്ത പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിക്കുകയും ചെയ്തത്. ഇതിനുശേഷം ഈ കോർപ്പറേഷൻ വിഭാഗം ഈ സ്ഥലത്തെത്തുകയും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കോർപ്പറേഷൻ പിടിച്ചെടുത്ത ഈ ഭക്ഷണ സാധനങ്ങൾ പരിശോധിക്കാൻ ഭക്ഷ്യവകുപ്പ് തയ്യാറായിട്ടില്ല എന്ന ആക്ഷേപമാണ് നിലവിൽ ഉയരുന്നത്. 24 മണിക്കൂറാണ് ഇത് കഴിഞ്ഞിരിക്കുന്നത്. ഇതിനുവരെ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം കൊല്ലം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ആരോഗ്യവകുപ്പ് നിലവിൽ ഇപ്പോൾ വിവിധയിടങ്ങളിൽ പരിശോധന തുടരുകയാണ്. ഈ കടകളിൽ ഇത്തരത്തിൽ എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കി ഒഴിക്കുന്നത് നിത്യസംഭവമാകുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗമാണ് ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തൽ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന ഇപ്പോൾ തുടരുകയാണ്. ഈ എണ്ണ പലഹാരങ്ങൾക്ക് കൂടുതൽ തിക്നെസ് കിട്ടാനും ഈ എണ്ണ കൂടുതൽ സമയം ഇത്തരത്തിൽ ഉപയോഗിക്കാനും ഇതുവഴി കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിവിധ ഭക്ഷ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇപ്പോൾ കോർപ്പറേഷന്റെ ആരോഗ്യ വിഭാഗവും അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ വിഭാഗവും നടത്തുന്നത്. താങ്ക് യു.